നെക്സ്റ്റ് നമുക്ക് കണ്ടെത്താനുള്ള ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ് ആണ്. ഓൾറെഡി അതിൻ്റെ വിഡ്ത്തും ലെങ്ത്തും നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡെപ്ത് കണ്ടെത്തണം. ഡെപ്ത് കണ്ടെത്തണമെങ്കിൽ നമ്മൾ 3 ക്രൈറ്റീരിയ കൺസിഡർ ചെയ്യണം. ഒന്ന് 1 വേ ഷിയർ, 2 വേ ഷിയർ, പിന്നെ ബെൻഡിങ് മൊമെൻറ്റ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ബേസ്ഡ് ഓൺ 1 വേ ഷിയർ നോക്കാം. 1 വേ ഷിയർ തന്നെ കേസ് 1 ഉണ്ട്. കേസ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം ലോങ്ങർ ഡയറക്ഷനും കൺസിഡർ ചെയ്യാം, അതുപോലെ തന്നെ ഷോർട്ടർ ഡയറക്ഷനും കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ സെക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് d ഫ്രം ഫേസ് ഓഫ് കോളം ഇൻ ലോങ്ങർ ഡയറക്ഷൻ. അതായത് ലോങ്ങർ ഡയറക്ഷനിൽ ഫേസ് ഓഫ് കോളം ഇതാണ്. ലോങ്ങർ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ ഫേസ് ഓഫ് കോളിൽ നിന്ന് d ഡിസ്റ്റൻസ് മാറിയിട്ട് ഫേസ് ഓഫ് കോളത്തിൽ നിന്ന് d ഡിസ്റ്റൻസ് മാറിയിട്ട് ഇൻ ലോങ്ങർ ഡയറക്ഷനിൽ അതാണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ എലോങ് ഷോർട്ടർ ഡയറക്ഷൻ. നമ്മളിവിടെ കൺസിഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഷോർട്ടർ ഡയറക്ഷൻ അല്ലേ. ഈ ഷോർട്ടർ ഡയറക്ഷൻ എലോങ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് അല്ലെങ്കിൽ ഇതിന് നമുക്ക് വേറെ ഏത് രീതിയിൽ പറയാം, എലോങ് ഷോർട്ടർ ഡയറക്ഷൻ. അലോങ് ഷോർട്ടർ ഡയറക്ഷൻ. അപ്പോൾ രണ്ടിൻ്റെ മീനിങ് ആണ് d ഡിസ്റ്റൻസ് എവേ ഫ്രം ഫേസ് ഓഫ് കോളം ഇൻ ലോങ്ങർ ഡയറക്ഷൻ എന്ന് പറയുന്നതും അലോങ് ഷോർട്ടർ ഡയറക്ഷൻ എന്ന് പറയുന്നതും ഒരേ മീനിങ് ആണ്. സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സെക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ അലോങ് ലോങ്ങർ ഡയറക്ഷനും നമുക്കൊരു സെക്ഷൻ കൺസിഡർ ചെയ്യാം. അലോങ് ലോങ്ങർ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ലോങ്ങർ ഡയറക്ഷൻ എല്ലാം, അതായത് ഈ ഫേസ് ഓഫ് കോളത്തിൽ നിന്ന് d ഡിസ്റ്റൻസ് മാറിയിട്ട് എവിടെ ഇൻ ഷോർട്ടർ ഡയറക്ഷനിൽ ഫേസ് ഓഫ് കോളത്തിൽ നിന്ന് d ഡിസ്റ്റൻസ് മാറിയിട്ട് അല്ലെങ്കിൽ എലോങ് ലോങ്ങർ ഡയറക്ഷൻ. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. അങ്ങനത്തെ രണ്ട് കേസാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അതിലുള്ള ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മൾ എലോങ് ഷോർട്ടർ ഡയറക്ഷനാണ് കൺസിഡർ ചെയ്യുന്നത്, അതായത് d ഡിസ്റ്റൻസ് മാറി ലോങ്ങർ ഡയറക്ഷൻ. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ എന്തും കൺസിഡർ ചെയ്യണം, എലോങ് ലോങ്ങർ ഡയറക്ഷനും കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം നമ്മളിതിൻ്റെ മുന്നത്തെ കോൺസെൻട്രിക് ഫൂട്ടിങ്ങിനെ പ്രോബ്ലം ചെയ്ത സമയത്ത് നമ്മൾ രണ്ടും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എലോങ് ലോങ്ങർ ഡയറക്ഷനും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു, എലോങ് ഷോർട്ടർ ഡയറക്ഷനും കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ തന്നെ ലാസ്റ്റ് നമുക്ക് കിട്ടിയെന്ന് പറയാം എലോങ് ഷോർട്ടർ ഡയറക്ഷനുള്ള സെക്ഷനാണ് വലിയ ഷിയർ ഫോഴ്സ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലായി. സോ നമ്മളിപ്പോൾ എക്സാമിൻ്റെ ടൈമിൽ രണ്ടും കണ്ടെത്തേണ്ട ആവശ്യമില്ല, എലോങ് ഷോർട്ടർ ഡയറക്ഷൻ മാത്രം കണ്ടാൽ മതി. കാരണം നമ്മുടെ ടൈം വളരെ കുറവായതുകൊണ്ട് എലോങ് ഷോർട്ടർ ഡയറക്ഷൻ മാത്രം നമ്മൾ കണ്ടാൽ മതി. അപ്പോൾ ഈ ഒരു സെക്ഷൻ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. കേസ് 2 നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇങ്ങനെ നോക്കി ഇനി നമ്മൾ എന്താ കണ്ടെത്തുന്നത് വെച്ചാൽ ഇതാണ് നമ്മുടെ ഈ ഷെയ്ഡഡ് പോർഷനാണ് നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. ഈ ഷെയ്ഡഡ് പോർഷനാണ് നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ. ഈ ഒരു ഷെയ്ഡഡ് പോർഷൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കണം. ഇതിൻ്റെ ഒരു സൈഡ് എന്നത് 2 മീറ്റർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു സൈഡ് എത്രയാണെന്ന് അറിയണം. ഈ സൈഡ് എന്ന് പറഞ്ഞാൽ 3 ആണ് മൊത്തത്തിൽ. 3 മൈനസ് 0.5 ഈ ഒരു കോളത്തിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ 0.5 ആണ്. 3 മൈനസ് 0.5/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇത്രയും ലെങ്ത്ത് നമുക്ക് കിട്ടും. അതിൽ നിന്നൊരു d ഡിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കിട്ടുന്നതായിരിക്കും ഈ ഒരു നമ്മൾ ഷെയ്ഡ് ചെയ്ത സെക്ഷൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ 3 മൈനസ് 0.5/2 മൈനസ് d ആണ് ഇതിൻ്റെ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് അതുപോലെ തന്നെ ഇതിലുണ്ടാവുന്ന സ്ട്രെസ് എത്രയാണ്, സോയിൽ പ്രഷർ എത്രയാണെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ കോൺസെൻട്രിക് പ്രോബ്ലം ചെയ്ത സമയത്ത് നമുക്കറിയാം ഇതാണ് നമ്മൾ ഇവിടെയുള്ള സോയിൽ പ്രഷർ, ഈ ഒരു ഫൂട്ടിങ്ങിൻ്റെ അണ്ടറിലുള്ള സോയിൽ പ്രഷർ എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ കൺസിഡർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ യൂണിഫോം പ്രഷർ ആയിരുന്നു ഇൻ കേസ് ഓഫ് കോൺസെൻട്രിക് ഫൂട്ടിങ്. പക്ഷേ ഇവിടെ കോൺസെൻട്രിക് ഫൂട്ടിംഗ് അല്ല, നമുക്ക് ഒരു ഭാഗത്ത് ക്യൂ മിനിമം ഒരു ഭാഗത്ത് ക്യൂ മാക്സും ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രഷർ ഡയഗ്രാം വരച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു എൻഡിൽ ക്യൂ മിനിമം ആണ് വരുന്നത്, ബേസ് ഇവിടെ ക്യൂ മിനിമം ഇവിടെ ക്യൂ മാക്സും ആണ് വരുന്നത്. ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ സോയിൽ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്യൂ മിനിമത്തിൻ്റെ വാല്യൂ നമുക്കറിയാം 151.66 എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ക്യൂ മാക്സിമത്തിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 231.66 ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് വേണ്ടത് സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനുള്ള സെക്ഷനാണ് നമ്മുടെ സെക്ഷൻ. അപ്പോൾ ഈ സെക്ഷൻ കടന്നു പോകുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തുണ്ടാകുന്ന സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്താണോ അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഷിയർ സ്ട്രെസ്സായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു പോർഷനിലുള്ള സ്ട്രെസ്സാണ്. അപ്പോൾ ഈ ഒരു സ്ട്രെസ്സ് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ട്രപ്പിസോഡൽ ഷേപ്പാണ്. സോ നമുക്കിതിൻ്റെ ഈ ഒരു സെക്ഷനിലുള്ള ഇതെത്രയാണെന്ന് കണ്ടെത്താം. അപ്പോൾ അതിന് ഞാൻ ഇതിൻ്റെ ഒരു റെക്റ്റാങ്കിളും അതുപോലെ ഒരു ട്രയാങ്കിളും ആക്കി മാറ്റി. അപ്പോൾ സോ ഇത് 151.66 ആയതുകൊണ്ട് ഈ ഒരു പോർഷനും 151.66 ആണ്. അത് കഴിഞ്ഞ് റിമൈനിങ് വരുന്ന ഈ ഒരു പോർഷൻ ട്രയാങ്കിളിൻ്റെ ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ 231.66 മൈനസ് 151.66 മൈനസ് ചെയ്താൽ നമുക്ക് 80 എന്ന് കിട്ടും.
ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് അറിയാം. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 1.25 മൈനസ് ഡി ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ 1.25 മൈനസ് ഡി ആണ്. അപ്പം ടോട്ടൽ 3 ആണ്. ഈ ഒരു പോർഷൻ 1.25 മൈനസ് ഡി ആണ്. അപ്പം ബാക്കിയുള്ള ഈ റിമൈനിങ് പോർഷൻ എന്ന് പറഞ്ഞാൽ 3 മൈനസ് 1.25 ഡി. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1.75 പ്ലസ് ഡി എന്ന് കിട്ടും. അപ്പോൾ ഇത്രയാണ് നമുക്കുള്ള ഡാറ്റാസ്. ഇത് വെച്ചിട്ട് നമുക്കിത് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ് നമുക്കറിയില്ല, അതിന് എക്സ് എന്ന് എഴുതാം. സോ 80 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, എക്സ് ഡിവൈഡഡ് ബൈ ബാക്കി ഈ റിമൈനിങ് ഡിസ്റ്റൻസ് 1.75 പ്ലസ് ഡി. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു 46.67 പ്ലസ് 26.67 ഡി എന്ന് കിട്ടും. സോ നമ്മുടെ ഈ സെക്ഷൻ നമുക്ക് ഈ എക്സ് എന്ന് പറയുന്ന സെക്ഷനിലുള്ള സോയിൽ പ്രഷറാണ് കാണേണ്ടത്. QUX ആണ് കാണേണ്ടത്. സോ QUX സോയിൽ പ്രഷർ അറ്റ് സെക്ഷൻ XX എന്ന് പറയുന്നത് ടോട്ടൽ ആയിരിക്കും. ഈ ടോട്ടൽ വാല്യൂ ആയിരിക്കും. അതായത് 150 ഇവിടെയുള്ള ഈ 151.66 പ്ലസ് എക്സ് എന്ന് വരും. അപ്പോൾ 151.66 പ്ലസ് എക്സ് ആണ്. അപ്പോൾ എക്സിന് പകരം നമുക്കിപ്പം കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ QUX എന്ന് പറഞ്ഞാൽ 151.66 പ്ലസ് എക്സിൻ്റെ വാല്യൂ 46.67 പ്ലസ് 26.67 ഡി. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 198.33 പ്ലസ് 26.67 ഡി എന്ന് കിട്ടും. അതാണ് നമ്മുടെ QUX. അപ്പോൾ സോയിൽ പ്രഷർ അറ്റ് ക്രിട്ടിക്കൽ സെക്ഷൻ ഈക്വൽ ടു QUX ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടെത്തിയത് 198.33 പ്ലസ് 26.67 ഡി എന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഷിയർ ഫോഴ്സ് കാണും. ഷിയർ ഫോഴ്സ് കാണണമെങ്കിൽ നമ്മളിപ്പോൾ ഷിയർ പ്രഷറാണ് കണ്ടെത്തിയത്. സോയിൽ പ്രഷർ ഇൻറ്റു ഷെയ്ഡഡ് ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷിയർ ഫോഴ്സ് ഡ്യൂ ടു ഫാക്ടേർഡ് സോയിൽ പ്രഷർ കിട്ടും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഷിയർ ഫോഴ്സ് അവിടെ ഉണ്ടാവുന്ന ഷിയർ ഫോഴ്സ് ആണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ഷിയർ ഫോഴ്സ് ഡ്യൂ ടു ഫാക്ചേർഡ് സോയിൽ പ്രഷർ. അതിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് VU1 ആണ്. നമ്മൾ VU1 എന്ന് പറയുന്നത് വൺ വേ ഷിയർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ VU1 ആണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ VU1 എന്ന് പറഞ്ഞാൽ ഇപ്പം എക്സ് എന്ന് പറയുന്ന സെക്ഷനിലുള്ളതാണല്ലോ നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. സോ QUX ആ ഒരു സോയിൽ പ്രഷർ ഇൻ ക്രിട്ടിക്കൽ സെക്ഷൻ ഇൻറ്റു ഷെയ്ഡഡ് ഏരിയ. സോയിൽ പ്രഷർ ഇൻ ക്രിട്ടിക്കൽ സെക്ഷൻ ഇൻറ്റു ഷെയ്ഡഡ് ഏരിയ. അപ്പോൾ സോയിൽ പ്രഷർ ഇൻ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ 198.33 പ്ലസ് 26.67 ഡി ഇൻറ്റു ഷെയ്ഡഡ് ഏരിയ. ഷെയ്ഡഡ് ഏരിയ എന്ന് പറഞ്ഞാൽ 2. ഷെയ്ഡഡ് ഏരിയൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇതല്ലേ ഷെയ്ഡഡ് ഏരിയ. ഷെയ്ഡഡ് ഏരിയൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ 2 ആണ്. ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ 1.25 മൈനസ് ഡി ആണ്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് 2 ഇൻറ്റു 1.25 മൈനസ് ഡി. അപ്പം ഷിയർ റെസിസ്റ്റൻസ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഷിയർ റെസിസ്റ്റൻസ് ഇൻ ഷോർട്ടർ ഡയറക്ഷൻ കണ്ടെത്തണം. വേണമെങ്കിൽ ഒരു പോയിന്റ് അവിടെ നോട്ട് ചെയ്ത് വെക്കാം നിങ്ങൾക്ക്. ഷിയർ ഫോഴ്സ് ഈസ് മാക്സിമം അലോങ് ഷോർട്ടർ ഡയറക്ഷൻ ഓർ അറ്റ് എ സെക്ഷൻ ഡി ഡിസ്റ്റൻസ് away ഫ്രം ഫേസ് ഓഫ് കോളം ഇൻ ലോങ്ങർ ഡയറക്ഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലോങ്ങർ ഡയറക്ഷൻ നെക്സ്റ്റ് അലോങ് ലോങ്ങർ ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ഇത് മാത്രം നമ്മൾ ചെയ്യുന്നതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന് നോക്കാം. ഷിയർ റെസിസ്റ്റൻസ് അറ്റ് ക്രിട്ടിക്കൽ സെക്ഷൻ. ഷിയർ റെസിസ്റ്റൻസ് ആയിട്ട് കിട്ടുക. അതായത് VC1 എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം VC1 എന്ന് പറഞ്ഞാൽ ടോസി ഇൻറ്റു ഏരിയ. ആ ക്രിട്ടിക്കൽ സെക്ഷനിലുള്ള സർഫസ് ഏരിയയാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ടോസി ഇൻറ്റു ഏരിയ. അപ്പം നമുക്ക് ടോസി കാണണം. ഇപ്പോൾ ടോസി കാണണമെങ്കിൽ നമ്മൾ കോഡിൽ നിന്ന് ടേബിൾ 19 എന്നാണ് നമ്മൾ ടോസി കാണുന്നത്. ടേബിൾ 19 യൂസ് ചെയ്താൽ അതിൽ ടോസി വാല്യൂ ഉണ്ട്. അപ്പോൾ ടോസി വാല്യൂ കാണണമെങ്കിൽ നമ്മളൊരു പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലായിട്ട് നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് 0.25% ആണ്. പിന്നെ നമുക്കറിയാം M20 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ആ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടോസി വാല്യൂ എന്ന് പറയുന്നത് 0.36 Nm/mm² എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് VC1 കാണാം. VC1 എന്ന് പറഞ്ഞാൽ 0.36 Nm/mm² യൂണിറ്റ് കൺവേർട്ട് ചെയ്യാനാണ് 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അതായത് kN/m² എന്നുള്ള യൂണിറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് 10⁻³ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇൻറ്റു സർഫസ് ഏരിയ, ആ സെക്ഷനിലുള്ള സർഫസ് ഏരിയ. അപ്പോൾ ആ സെക്ഷനിലുള്ള സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇതായിരുന്നു നമ്മുടെ സെക്ഷൻ. അപ്പോൾ ആ സെക്ഷൻ്റെ ഇതാണ് നമ്മുടെ സെക്ഷൻ. അപ്പോൾ സെക്ഷൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് 2 എന്ന് വരും. പിന്നെ ബാക്കിൻ്റെ സർഫസ് അതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ താഴോട്ട് D ഡിസ്റ്റൻസിനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ താഴോട്ട് D ഉണ്ട്. അപ്പോൾ 2 × D എന്ന് പറഞ്ഞായിരിക്കും ആ ഒരു സെക്ഷനിൽ വരുന്ന ഏരിയ എന്ന് പറയുന്നത്. D ഡെപ്തിലേക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2 × D എന്ന് വരും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് VC1 കിട്ടും. അപ്പോൾ VC1 എന്ന് പറയുന്നത് 0.36 × 10⁻³ × 2D എന്ന് കിട്ടും. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ പറയുക, അവിടെ ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് വൺ വേ ഷിയർ കാരണം ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് VU1 ആണ്. അതിന് റെസിസ്റ്റ് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് VC1 ആണ്. അപ്പോൾ VU1 = VC1 നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ 198.33 + 26.67D × 2 × 1.25 - D 2 × എന്നാണ് = 0.36 × 10⁻³ × 2 × D. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് കിട്ടുക. 53.34D² + 1049.98D - 495.825 = 0. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് D = 461.4 mm എന്ന് കിട്ടും. അപ്പോൾ ഇത് വൺ വേ ഷിയറിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ കണ്ടെത്തി. ഇനി നെക്സ്റ്റ് നമുക്ക് 2 വേ ഷിയർ ബേസ് ചെയ്തിട്ട് കണ്ടെത്തണം. സെക്കൻഡ് എന്തെന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ 2 വേ ഷിയർ. 2 വേ ഷിയറിൻ്റെ വേറെ പേരാണ് പഞ്ചിങ് ഷിയർ. നെക്സ്റ്റ് അതാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ഈ കേസിൽ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ക്രിട്ടിക്കൽ സെക്ഷൻ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് D/2 ഫ്രം പെരിഫറി ഓഫ് ദി കോളം ഇൻ ഓൾ ഡയറക്ഷൻ. ക്രിട്ടിക്കൽ സെക്ഷൻ പറയുന്ന കാര്യം തന്നെയാണ്. ക്രിട്ടിക്കൽ സെക്ഷൻ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് D/2 ഫ്രം പെരിഫറി ഓഫ് the column all around. അപ്പോൾ ഇതിൻ്റെ ഫിഗർ വരച്ച് നോക്കിയാൽ ഇതാണ് നമ്മുടെ ഫൂട്ടിങ്. ഇവിടെ 3 മീറ്റർ ഉണ്ട്, ഇവിടെ 2 മീറ്റർ ഉണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ കോളം ഉണ്ട്. കോളത്തിൻ്റെ ഒരു സൈഡ് 0.5 ഒരു സൈഡ് 0.3 ആണ്. ഇനി നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് ഈ കോളത്തിന് ചുറ്റും D/2 ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമ്മുടെ കോളം എന്ന് പറയുന്നത്. ഒരു D/2 ഡിസ്റ്റൻസ് മാറിയിട്ട് ആണ് നമ്മുടെ ഈ ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ 2 വേ ഷിയർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കണ്ടെത്താൻ പോകുന്നത് പെരിമീറ്റർ ഓഫ് ക്രിട്ടിക്കൽ സെക്ഷൻ എത്രയെന്ന് മാർക്ക് ചെയ്ത് വെക്കാം. പെരിമീറ്റർ ഓഫ് ക്രിട്ടിക്കൽ സെക്ഷൻ. അപ്പോൾ ഈ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ള ക്രിട്ടിക്കൽ സെക്ഷൻ്റെ പെരിമീറ്റർ ആണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ 0.5 പ്ലസ് ഒരു D/2 ഇവിടെ, ഒരു D/2 ഇവിടെ. അപ്പോൾ 0.5 + D എന്ന് വരും. 0.5 + D എന്ന് വരും. അങ്ങനത്തെ 2 എണ്ണം ഉണ്ട്, മുകളിലും താഴെയും. പ്ലസ് പിന്നെ അതുപോലെ 0.3 + D അങ്ങനത്തെയും 2 എണ്ണം ഉണ്ട്. ഇവിടെയും 0.3 + ഒരു D/2 ഇവിടെയും, ഇവിടെ ഒരു D/2. അപ്പോൾ 0.3 + D ആവും. അങ്ങനത്തെ 2 സൈഡ്. അപ്പോൾ ടോട്ടൽ നമ്മുടെ പെരിമീറ്റർ എന്ന് പറയുന്നത് 1.6 + 4D എന്ന് കിട്ടും. ആ ക്രിട്ടിക്കൽ സെക്ഷൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഷിയർ ഫോഴ്സ് കണ്ടെത്താം. ഷിയർ ഫോഴ്സ് അറ്റ് ക്രിട്ടിക്കൽ സെക്ഷൻ ഡ്യൂ ടു ഫാക്ടേർഡ് സോയിൽ പ്രഷർ ആണ് നെക്സ്റ്റ് കണ്ടെത്താൻ പോകുന്നത്. ഷിയർ ഫോഴ്സ് അറ്റ് ക്രിട്ടിക്കൽ സെക്ഷൻ ഡ്യൂ ടു ഫാക്ടേർഡ്
സോയിൽ പ്രഷർ. അതിൽ നമുക്ക് VU2 എന്ന് എഴുതാം. അപ്പോൾ VU2 എന്ന് പറഞ്ഞാൽ ഏവറേജ് സോയിൽ പ്രഷറാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. നേരത്തെ ഒറ്റ സെക്ഷൻ ഉണ്ടായതുകൊണ്ട് അപ്പോൾ നമ്മൾ ആ സെക്ഷനിലുള്ള പ്രഷർ കണ്ടെത്തി. ഇവിടെ അതിൻ്റെ സെക്ഷനല്ല, ചുറ്റോടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഏവറേജ് സോയിൽ പ്രഷറാണ് കൺസിഡർ ചെയ്യുന്നത്. VU2 എന്ന് പറഞ്ഞാൽ ഏവറേജ് സോയിൽ പ്രഷർ ഇൻറ്റു ഷെയ്ഡഡ് ഏരിയ. ഇവിടെ ഷെയ്ഡഡ് ഏരിയ നോക്കുക. പഞ്ചിങ് ഷിയറിന് കാരണമാകുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. ആ ഒരു സെക്ഷന് ചുറ്റുമുള്ള ഈ ഒരു ഭാഗത്തുള്ള ഷിയർ ഫോഴ്സ് ആണ് അതിൻ്റെ പഞ്ചിങ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പം ഏവറേജ് ഷിയർ സ്ട്രെസ് എന്ന് പറയാൻ നമുക്കറിയാം. ഏവറേജ് ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ Qmax പ്ലസ് Qminimum രണ്ടിൻ്റെ ഒരു ഏവറേജ് എടുക്കാം ഇൻറ്റു ഏരിയ. അപ്പോൾ Qmax എന്ന് പറഞ്ഞാൽ 231.66 പ്ലസ് 151.66 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഏരിയ എന്ന് പറയും. ആ ഷെയ്ഡഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വലിയ ട്രയാങ്കിളിന് വലിയ റെക്റ്റാങ്കിളിന് ചെറിയ റെക്റ്റാങ്കിൾ മൈനസ് ചെയ്താൽ നമുക്ക് ഈ ഒരു ഷെയ്ഡഡ് ഏരിയ കിട്ടും. അതായത് വലിയ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ റെഡ് കളർ കാണിച്ചത് 3x2, അതിൽ നിന്ന് ഈ ചെറിയ ബ്ലൂ കളറിലുള്ള റെക്റ്റാങ്കിൾ നമ്മൾ മൈനസ് ചെയ്യാം. അപ്പോൾ അതായത് അത് ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3x2 മൈനസ് 0.5 പ്ലസ് ഡി ഇൻറ്റു 0.3 പ്ലസ് ഡി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 191.66 ഇൻറ്റു 5.85 പ്ലസ് 0.8 ഡി പ്ലസ് ഡി സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമുക്ക് നെക്സ്റ്റ് ഷിയർ ഫോഴ്സ് റെസിസ്റ്റഡ് ബൈ ക്രിട്ടിക്കൽ സെക്ഷൻ കണ്ടെത്തണം. ഷിയർ ഫോഴ്സ് റെസിസ്റ്റഡ് ബൈ ക്രിട്ടിക്കൽ സെക്ഷൻ അത് VC2 എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ VC2 is equal to tau c ഇൻറ്റു പെരിമീറ്റർ ഇൻറ്റു ഡി. അലോങ് ആ ക്രിട്ടിക്കൽ സെക്ഷൻ അലോങ് ഉള്ള സർഫസ് ഏരിയ. അപ്പോൾ അലോങ് ക്രിട്ടിക്കൽ സെക്ഷനിലുള്ള സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ഇൻറ്റു ഡി വരും. ഇനി നെക്സ്റ്റ് നമുക്ക് പെർമിസിബിൾ ഷിയർ സ്ട്രെസ് എത്ര, ഈ tau c പെർമിസിബിൾ ഷിയർ സ്ട്രെസ് എത്രയെന്ന് കണ്ടെത്തണം. അത് കണ്ടെത്താൻ വേണ്ടി കോഡിൽ ക്ലോസ് 31.43 പെർമിസിബിൾ ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അത് പ്രകാരം പെർമിസിബിൾ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഓഫ് പഞ്ചിങ് പെർമിസിബിൾ ഷിയർ സ്ട്രെസ് എന്നാൽ KS ഇൻറ്റു tau c ആണ്. അപ്പോൾ ഇവിടെ KS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 പ്ലസ് ബീറ്റ സി വരും. ബീറ്റ സി എന്ന് പറഞ്ഞാൽ ലോങ് സൈഡ് ഓഫ് കോളം ഡിവൈഡ് ബൈ ഷോർട്ട് സൈഡ് ഓഫ് കോളം. അപ്പോൾ 500/300 ഒരു 5/3 വരും. അപ്പോൾ ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന നമുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ KS എന്ന് പറഞ്ഞാൽ 1 വലുതായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ KSൻ്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ നമ്മൾ KSനെ 1 ആക്കി എടുക്കണം. ഇനി നെക്സ്റ്റ് tau c എന്താണെന്ന് നോക്കാം. tau cൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. tau c എന്ന് പറഞ്ഞാൽ 0.5√FCK എന്നാണ് കൊടുത്തത്. അപ്പോൾ നമ്മുടെ കേസിൽ 0.5 ഇൻറ്റു √FCK 20 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1.118 Nm/mm² എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മുടെ പെർമിസിബിൾ ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ. പെർമിസിബിൾ ഷിയർ സ്ട്രെസ് ഇൻ പഞ്ചിങ് എന്ന് പറയുമ്പോൾ പഞ്ചിങ് അല്ലെങ്കിൽ ടു വേ ഷിയർ. പഞ്ചിങ് അല്ലെങ്കിൽ ടു വേ ഷിയറിൽ പെർമിസിബിൾ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ KS ഇൻറ്റു tau c ആണ്. അപ്പോൾ KSൻ്റെ വാല്യൂ 1, tau cൻ്റെ വാല്യൂ 1.18. അത് ചെയ്യുമ്പോൾ നമുക്ക് 1.18 Nm/mm² തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് VC2 കണ്ടെത്തണം. അപ്പോൾ VC2 എന്ന് പറഞ്ഞാൽ 1.118 ഇൻറ്റു 10⁻³ അത് യൂണിറ്റ് കൺവേർഷന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇൻറ്റു പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 1.6 പ്ലസ് 4D ഇൻറ്റു ഡെപ്ത് D. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും 1788.8D പ്ലസ് 4472D സ്ക്വയർ എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് VU2 നമ്മളിവിടെ കണ്ടെത്തി. അതുപോലെ VC2 കണ്ടെത്തി. അവിടെ ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സും അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഷിയർ ഫോഴ്സും കണ്ടെത്തി. അത് രണ്ടിനും ഇക്വേറ്റ് ചെയ്യണം നെക്സ്റ്റ്. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. 1121.21 പ്ലസ് 0.8D പ്ലസ് 191.66D സ്ക്വയർ ഈക്വൽ ടു 1788.8D പ്ലസ് 4472D സ്ക്വയർ എന്ന് കിട്ടും.
അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് കിട്ടുക. 4280 പ്ലസ് 34d സ്ക്വയർ പ്ലസ് 1780d മൈനസ് 1121.21 ഈക്വൽ ടു 0. സോൾവ് ചെയ്യുന്ന സമയത്ത് d ഈക്വൽ ടു 343.39 mm എന്ന് കിട്ടും. അപ്പോൾ 1 വേ ഷെയർ പ്രകാരം 2 വേ ഷെയർ പ്രകാരമുള്ള ഡെപ്ത് കണ്ടെത്തി. നെക്സ്റ്റ് നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് പ്രകാരമുള്ള ഡെപ്ത് എത്രയാണെന്ന് നോക്കണം. ബേസ്ഡ് ഓൺ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടെത്തണം.